ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വാഹനത്തിന് മുമ്പിലാണ്. നമ്മ സ്വീറ്റ് കോർൺ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യാൻ ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. UAE ഈദുൽ ഇത്തിഹാദ്, അതായത് UAE നാഷണലിന്റെ ഭാഗമായിക്കൊണ്ടുള്ള അവധി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച, ചൊവ്വാഴ്ച വരെയാണ് അവധിയുള്ളത്. ബുധനാഴ്ച വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ അവധിയുടെ ഭാഗമായിക്കൊണ്ട് വിവിധ എമിറേറ്റുകളിലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഹെറിറ്റേജ് ഫെസ്റ്റിവലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പൊ അത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നബ മാത്രമല്ല, നബയുടെ കൂടെ എൻ്റെ ഫാമിലിയും നബയുടെ ബ്രദർ ഷാറൂഖും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്. ഷാർജ മൊബൈലിലുള്ള മലബാർ ഡൈൻ റെസ്റ്റോറന്റ് എന്ന് ബിരിയാണി പാർസൽ വാങ്ങിച്ച് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കഴിക്കാന്ന് വെച്ചു. ഡിസംബർ 2-നാണ് UAEയുടെ ഔദ്യോഗിക ദേശീയ ദിനം. സ്പിരിറ്റ് ഓഫ് ദ യൂണിയൻ എന്നതാണ് UAEയുടെ ദേശീയ ദിനാഘോഷങ്ങളുടെ ഔദ്യോഗിക തീം. എന്നാൽ UAE രാജ്യത്തിന്റെ 53-ാം ദേശീയ ദിനം ആഘോഷിക്കുന്നത് ഈദുൽ ഇത്തിഹാദ് എന്ന പേരിലാണ്. ഞങ്ങള് പോകുന്ന വഴിയില് നമ്മുടെ നബാക്ക് ഡെസേർട്ടിൽ ഒന്ന് ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ്, അപ്പൊ ഞങ്ങൾ അങ്ങനെ അടുത്ത് കണ്ട ചെറിയൊരു ഡെസേർട്ടിന്റെ അടുത്തേക്ക് പോവാണ്. വെയിലുണ്ട്, പക്ഷെ ചൂടില്ല. UAE രൂപീകരിക്കുന്നതിന് മുൻപ് എമിറേറ്റുകൾ ട്രൂഷ്യൽ സ്റ്റേറ്റുകളുടെ ഭാഗമായിരുന്നു. 1820, 1853, 1896 എന്നീ വർഷങ്ങളിൽ നിർമ്മിച്ച ഉടമ്പടികളിലൂടെ സ്ഥാപിതമായ ഒരു ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശം. ഉടമ്പടികളുടെ കാലാവധി കഴിഞ്ഞ 1971 ഡിസംബർ 2-ന് അടുത്ത ദിവസം തന്നെ റാസൽ ഖൈമ ഇല്ലാതെ UAE സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. റാസൽ ഖൈമ പിന്നീട് 1972 ഫെബ്രുവരി 10-ന് യൂണിയനിൽ ചേർന്നു. ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റായിരുന്നു ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ. രാജ്യത്തിന്റെ സ്ഥാപക പിതാവായി ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. ഞങ്ങളങ്ങനെ മദാമെത്തി. സമയം ഏകദേശം 1:30 മണിയായി. അപ്പൊ ഞങ്ങള് വാങ്ങിച്ചു കൊണ്ടുവന്ന ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ മദാമിൽ തന്നെയുള്ള നല്ലൊരു ഫാമിലി പാർക്ക് കണ്ടു. നല്ല വലിയ വിശാലമായ ഒരു പാർക്കാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാന്ന് വെച്ചു. ഇതെന്ത് ഇന്ത്യൻ ഫുഡാ? ടൂറില് ഒന്നും കൂടി അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട് മോനെ? എവിടെ നോക്കാൻ? ഭക്ഷണം കഴിച്ച് പാർക്കിലിരുന്നപ്പോ നല്ല കാറ്റും നല്ല പൂക്കളും നല്ല കളർഫുൾ ആയിട്ടുള്ള കുറെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് പിന്നെ നല്ല കാറ്റും ശരിക്കും ഉറക്കം വന്നു. അപ്പൊ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന കരുതി ഞങ്ങള് ഇറങ്ങാണ്. കാരണം 1-2 സ്ഥലങ്ങൾ കൂടി പോവാം, വെറുതെ ഒരു സ്ഥലത്ത് പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാന് കാറിലെത്തി. ആദമും ഉണ്ട്, ഫിൽസയും ഉണ്ട്, പിന്നെ ബാക്കിയുള്ളവരിപ്പം നമസ്കരിക്കാൻ പോയിട്ടുണ്ട്. നിസ്കരിച്ചു വന്ന് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടും. എനിക്കൊന്ന് പാർക്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആദമാണ്. ആദമിന്റെ കോലൊക്കെ കണ്ടോ? ആദം, അതെയോ അതെയോ? ഹലോ. അവനെ പാർക്കിൽ നിന്ന് വരുന്നില്ലായിരുന്നു, കൊറേ വിളിച്ച് പൊക്കി കൊണ്ടുവന്നതാണ്. നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോയത് ആകെ റെഡ് കളർ ആയിട്ടുണ്ട്. അതെയോ? ആണോ? ആഹാ. ഇവൻ സംസാരിക്കുന്നതാണ്. ഇവന് ചില വാക്കുകളൊക്കെ പറയും, പക്ഷെ പൂർണ്ണമായും സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. അവന്റെ ഭാഷയാണ് ഇപ്പൊ. ഷമീലയും നബിയും നിസ്കാരം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി ലോകത്തിലെ ഏറ്റവും വലിയൊരു വാഹനം കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വാഹനത്തിന് മുമ്പിലാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ഈ ബാക്കിൽ കാണുന്ന ഹമ്മർ റോഡിലൂടെ ഓടിച്ചു വന്നതാണ്. നീ യൂട്യൂബ് നോക്കി അറിയാൻ പറ്റൂ. യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് പിക്ചേഴ്സ് ഒക്കെ.
ഇത് റോഡിലൂടെ ഓടിച്ചു കൊണ്ടുവന്ന ഹമ്മറാണ്. ഹമ്മർ H1X3 എന്ന് വിളിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഹമ്മറിന് 21.6 അടി ഉയരവും സ്റ്റാൻഡേർഡ് മോഡലിനേക്കാൾ ഏകദേശം 3 മടങ്ങ് വലുപ്പവുമാണ് ഉള്ളത്. ഷെയ്ഖ് ഹമദ് ബിൻ ഹംദാൻ അൽ നഹിയാന്റെ ഉടമസ്ഥതയിലുള്ള ഈ കൂറ്റൻ വാഹനം നിലവിൽ UAE-യിലെ അൽ മദാമിലുള്ള ഓഫ് റോഡ് ഹിസ്റ്ററി മ്യൂസിയത്തിൽ ആണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഓടിക്കാൻ കഴിയുന്ന ഈ യഥാർത്ഥ ഹമ്മറിന് 4 ഡീസൽ എഞ്ചിനുകളാണുള്ളത്. ശരിക്കും മദാമിലെ ഓഫ് റോഡിന്റെ മ്യൂസിയം ആണ് ആ കാണുന്നത്. അവിടെ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ ഞങ്ങൾ കയറുന്നില്ല. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ വഴിയിൽ ഈ ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി മാത്രം കയറിയാണ്. നമ്മള് അകത്തോട്ട് പോകുന്നില്ല. ഓക്കെ. അതെവിടെയെന്നാ പോന്നേ കേറിയ എല്ലാരും കണ്ടിക്കണ്ട സെക്യൂരിറ്റിനെ വിളി. സെക്യൂരിറ്റിനെ വിളി. ഇത് ഞാൻ അഭിനയിക്കുന്ന ഇങ്ങനെ കറക്കുന്നതാണ്. യമ്മ ഇതിന്റെ മുതലാളി. സിയാടി മോസത്തെ വണ്ടി തോന്നുന്നു. ഫുള്ള് മുളക് പൊടിന്റെ സിസ്റ്റം ഉണ്ട്, മല്ലിപ്പൊടി. ഇവിടെ നിന്നും അല്പം മുമ്പോട്ട് പോയാലാണ് മദാമിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. അവിടെ ഒന്ന് കയറണം. തൊലി തിന്ന കേട്ടാ. बनाना बहुत तेरा मच्छा वाला दे दो भाई. वो नहीं दिया, वो नहीं दिया। देगा तो मैं इधर वापस आएगा. ये रखे। നമ്മ സ്വീറ്റ് കോൺ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യാൻ ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. വാ. कितने भाई बताओ. हमारा दोस्त स्वीट कॉर्न बनाते हैं इधर. ज्यादा नहीं करो, ज्यादा काला काला नहीं करो. ഇത്ര മതിയാവില്ല. നല്ല നെയ്യാണ്, നാടൻ നെയ്യാണ്. അപ്പൊ ഇങ്ങനെ വേണ്ടവര് മദാമെന്ന് പോകുന്ന വഴിയിൽ കയറി കഴിഞ്ഞെങ്കിൽ, മാർക്കറ്റിൽ പോയി കഴിഞ്ഞെങ്കിൽ ഈ നല്ല നാടൻ നെയ്യ് കിട്ടും. ഇവിടെ ഇത് ഓൺലി സാൾട്ട്. നല്ല ഫ്രഷ് നാരങ്ങയാണ്. അതിന്റെ ടേസ്റ്റ് ആണിത്. കുറച്ചും അധികം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഇത്രയും 10 ദിർഹംസിന് തന്നെയാണ്. മദാമിലുള്ള ഷായ് അൽ സൊക്കർ കഫറ്റീരിയ. നമുക്ക് ഫ്രഷ് മിൽക്കും നബാക്ക് അബിൽ മിൽക്കും ഓർഡർ ആക്കി. നമുക്കുള്ള ചായക്കുള്ള പലഹാരങ്ങൾ ചിപ്സ് ഉണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് നബ കൊണ്ടുവന്ന വേറൊരു അടയുണ്ട്. നുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നബ. പിന്നെ വേറൊരു ഫ്ലേവറിൽ വേറൊരു സാധനമുണ്ട്. ഈ ചായയും കുടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഷാർജ എമിറേറ്റ്സിലുള്ള അൽ ദെയ്ദിലെ നാഷണൽ ഡേ ഫെസ്റ്റിവൽ സന്ദർശിക്കാനാണ്. നബയുമൊത്തുള്ള ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലും രസകരവുമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.